2013 കോൺഗ്രസ് സർക്കാർ ചെയ്ത ഒരു ചതി അത് എന്തായിരുന്നു എന്ന് കുറിച്ചിരിക്കുകയാണ് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലിൽ കൂടി. അതിന്റെ യഥാർത്ഥ വാർത്തയുടെ ലിങ്കും അദ്ദേഹം കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറിപ്പിൽ നിന്ന് തുടങ്ങാം. ഭാരതത്തിലെ ഹിന്ദുക്കളെ കൊന്നിട്ട് അധികാരം സക്കീർ നായിക്കിനെ പോലുള്ളവരെ ഏൽപ്പിക്കാനാണ് കോൺഗ്രസ് അധികാരത്തിലേറുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ, പരമപവിത്രമദാമി മണ്ണിലെന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ കൊച്ചുകുട്ടികൾ ആ ദേശഭക്തിഗാനം പാടിയപ്പോൾ വിവാദ മധൂതി ചാനലുകൾ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചില്ല. ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച ഈ വാർത്തയുടെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട് എന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. സർക്കാർ 160 IPS ട്രെയിനികൾക്കും 100ഓളം സീനിയർ IPS ഉദ്യോഗസ്ഥർക്കും ട്രെയിനിങ് കൊടുക്കാനായി തിരഞ്ഞെടുത്തതും പരിശീലനം കൊടുപ്പിച്ചതും തീവ്രവാദിയും ഇന്തോനേഷ്യൻ ഒളിവിൽ താമസിക്കുകയും ചെയ്യുന്ന സക്കീർ നായിക്കിനെ വെച്ച്. എന്താ വിശ്വാസം വരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരിക്കലും വിശ്വസിക്കരുത്. അവർ ഈ ഭാരതത്തെ വിതരണം ചെയ്യും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ജയിച്ചതേയുള്ളൂ. ഒരു അമ്പലത്തിന്റെ സുപ്രഭാതവും മണിനാഥവും ഇല്ലാതാക്കാൻ സമരം ചെയ്യുന്നു. കൂടാതെ ശബരിമല അയ്യപ്പസ്ഥാനിയെ അപമാനിക്കാൻ പാട്ടുകൾ പാടുന്നു. കഴിഞ്ഞ മാസം സ്കൂൾ യുവജനോത്സവത്തിൽ ഭാരത ഇതിഹാസ പുണ്യ സ്ത്രീകളെ അപമാനിച്ച് നാടകം നടത്തുന്നു. SDPI തീവ്രവാദി വെൽഫെയർ പാർട്ടി ഹിന്ദുവേട്ട നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധം പുലർത്തുന്നു. നുഴഞ്ഞുകയറ്റക്കാരായ റോഹിംഗ്യൻ മുസ്ലിമിനും ബംഗ്ലാദേശ് മുസ്ലിമിനും പൗരത്വം വേണമെന്ന് വാശി പിടിച്ച് സുപ്രീം കോടതിയിൽ പോകുന്നു. ആ നുഴഞ്ഞുകയറ്റക്കാരെ അഭയാർത്ഥികൾ എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ മതില് കെട്ടി അടച്ച നിന്റെ വീടിന്റെ മതില് പൊളിച്ചു വന്ന് വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവനെ അതിഥി എന്ന് വിളിക്കുമോ? എന്നാൽ ഈ കോൺഗ്രസ്സുകാർ വിളിക്കും, രാഹുൽ വിളിക്കും, പ്രിയങ്ക വിളിക്കും. കേരളത്തിലും അവർക്ക് ഇതേ നരേഷനാണ്. അതിഥി തൊഴിലാളികൾ പോലും ചവിട്ടി പുറത്താക്കാനായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉത്തരവിട്ടിട്ടുണ്ട്. തെളിവ് വർഷങ്ങളായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന തിരുപ്പുറം കുൻട്രം മലയിൽ സിക്കന്ദർ ഷാ എന്ന 10,000-കണക്കിന് ഹിന്ദുക്കളെ കൊന്ന ആ തീവ്രവാദിയെ വിജയനഗര സാമ്രാജ്യ ചക്രവർത്തിയായ കമ്പനാറായർ ആ മലയിൽ വെച്ച് കൊന്നു. കാർത്തിക ദീപം കൊളുത്താം എന്ന് ഹൈക്കോടതി ജഡ്ജി വിധി പ്രസ്താവിച്ചു. ഈ വാർത്ത ഏതെങ്കിലും മലയാള മാപ്രകൾ റിപ്പോർട്ട് ചെയ്തോ? UPയിൽ കാക്കതൂറിയാൽ പോലും മുഴുവൻ ദിവസം ബ്രേക്കിംഗ് ന്യൂസും ആന്റി ചർച്ചയും നടത്തുന്ന തെമ്മാടികളാണ് ഈ വാർത്ത മുക്കിയത് എന്നോർക്കണം. കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പ്രിയങ്ക കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്ന് പറഞ്ഞു. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ഹൈദരാബാദിലുള്ള നമ്മുടെ പോലീസ് ട്രെയിനിങ് അക്കാഡമി, സർദാർ പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമിയിൽ 13 മെയ് 2013 സംഭവം നടക്കുന്നത്. സക്കീർ നായിക്ക് 160 IPS ട്രെയിനി പോലീസ് ഉദ്യോഗസ്ഥർക്കും 10 നേപ്പാൾ, ഭൂട്ടാൻ, മാലിദ്വീപ് രാജ്യങ്ങളിലെ IPS ട്രെയിനികൾക്കും കൂടാതെ 100ഓളം സീനിയർ IPS ഉദ്യോഗസ്ഥർക്കും ക്ലാസ് എടുത്തു. വിഷയം എന്താണ് എന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഭീകരവാദവും ജിഹാദും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ. അദ്ദേഹത്തെ ക്ഷണിച്ചത് ധനമന്ത്രി ചിദംബരം, ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ എന്നിവർ. അന്ന് സക്കീർ നായിക് ഇസ്ലാമിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ ലോകം ഇസ്ലാമിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത് എന്നും സൂര്യനും ചന്ദ്രനും വരെ ഇസ്ലാമാണെന്നും അദ്ദേഹം വാദിച്ചു. തെലങ്കാനയിലെ ഒരു ജില്ലാ സൂപ്രണ്ട് പറഞ്ഞതാണ്. ഈ സെഷനിൽ 70 IFS ഉദ്യോഗസ്ഥരും 50ഓളം CRPF ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ചോദ്യോത്തരവേളകളും മതപഠന ക്ലാസുകളും അദ്ദേഹം യഥേഷ്ടം നടത്തി. മാസത്തിൽ 2 തവണകളായി 12 ക്ലാസുകൾ ഈ തീവ്രവാദി നാഷണൽ പോലീസ് അക്കാഡമിയിൽ കൈകാര്യം ചെയ്തു. സക്കീർ നായിക്കിന്റെ FB പേജ് പറയുന്നത് IPS അക്കാഡമി നേരിട്ട് ഇയാളെ വിളിച്ച് അവാർഡ് കൊടുത്തു എന്നാണ്. ഇപ്പോൾ മലേഷ്യയിൽ ഒളിവിൽ താമസിക്കുന്ന സക്കീർ നായിക് 2014 ധാക്ക ബോംബ് സ്ഫോടന പ്രതിയാണ്. പ്രിയ സുഹൃത്തുക്കളെ, 10 വർഷം 2004-2014 വരെ സോണിയാജി ഭരിച്ച ഇന്ത്യയുടെ ചിത്രമാണ്. എന്നാൽ 2014 ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അല്ലയോ ഭാരതവംശജ, ഏതേത് കാലത്തിൽ ധർമ്മത്തിന് ഗ്ലാനിയും അധർമ്മത്തിന് ആധിക്യവും ഉണ്ടാകുന്നുവോ ആ കാലത്തിൽ ഞാൻ സ്വയം അവതരിക്കുന്നു. സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ നിലനിർത്തുന്നതിനും വേണ്ടി ഞാൻ യുഗം തോറും അവതാരം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് നരേന്ദ്രമോദിയുടെ ഭരണത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.